പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് എൻ്റെ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്ന നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ചെയ്യാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ആരും എഴുന്നേറ്റില്ലെങ്കിലും, ആരും കൂടെ നിന്നില്ലെങ്കിലും നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന, നമുക്ക് വേണ്ടി നിൽക്കുന്ന സർവശക്തനായൊരു നാഥനുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 55-ാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു: അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. സ്തെഫാനോസ് എന്ന ദൈവമനുഷ്യൻ്റെ ഒറ്റ പ്രസംഗം കൊണ്ട് യഹൂദന്മാരുടെ ഇടയിൽ പ്രകമ്പനം കൊള്ളിച്ച് അവരെ കോപപരവശരാക്കിയ ഒരൊറ്റ പ്രസംഗം. ദൈവത്തിന് സ്തോത്രം. ആ പ്രസംഗത്തിൽ അവനെ കല്ലെറിയുകയും ആ കല്ലേറിൽ അവൻ മരിക്കുകയും ചെയ്യുന്നത്, രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്യുന്നത് നമുക്കവിടെ ശ്രദ്ധേയമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, ദൈവരാജ്യത്തിനു വേണ്ടി നിന്നതുകൊണ്ട്, ദൈവനാമത്തിനു വേണ്ടി ഒരു കോംപ്രമൈസും ചെയ്യാതെ ദൈവവചനത്തിന് അനുസരിച്ച് മൂവ് ചെയ്തതുകൊണ്ട് സ്തോത്രം അപമാനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാകാം. കല്ലേറുകൾ കൊള്ളേണ്ടി വന്നിട്ടുണ്ടാകാം. മാറ്റി നിർത്തപ്പെടലുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. കുടുംബക്കാരുടെ കൂട്ടത്തിൽ കൂട്ടാത്ത അനുഭവങ്ങൾ ഒരു പക്ഷെങ്കിൽ വന്നിട്ടുണ്ടാകാം. ഇത്യാദി ഒട്ടനവധി അനുഭവങ്ങളിലൂടെ ഒരു പക്ഷേ കടന്നു പോകുന്നവരാകാം. എന്നാലും ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി നിലകൊള്ളുന്നവരെ ആദരിക്കുന്ന, അവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന സർവശക്തനായൊരു ദൈവമുണ്ട്. അതേ, സ്തെഫാനോസിന്റെ ഒറ്റ പ്രസംഗം വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവികാലോചന. യഹൂദന്മാർ മുഴുവനും കുറ്റം ആരോപിക്കുന്നത് ന്യായപ്രമാണത്തെ മറിച്ചു കളയുക എന്നുള്ളൊരു കുറ്റാരോപണം സ്തെഫാനോസിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി നിന്ന സ്തെഫാനോസിനെ ഒന്നടങ്കം നിന്ന് ആക്രമിക്കുന്നതായി നമുക്കവിടെ കാണാൻ കഴിയുന്നു. യഹൂദന്മാരുടെ നിയമപ്രകാരം, അവരുടെ നിയമവ്യവസ്ഥയ്ക്കനുസരിച്ച് മഹാപുരോഹിതൻ നടുവിലും 35 പേർ സന്നിഹിതരുടെ സന്നിഹിതത്തിൽ 35 പേർ വലത്തും 35 പേർ ഇടത്തും നിന്ന് വാദിക്കുന്ന പതിവുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിൽ ഇടത്തിരിക്കുന്ന 35 പേർ കുറ്റം ആരോപിച്ച് അവനെ കുറ്റം ചുമത്തുന്നതായിട്ടും, അതിൽ 35 പേർ, വലത്തിരിക്കുന്ന 35 പേർ അവനെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി, അവനു വേണ്ടി അല്ലെങ്കിൽ പ്രതിയാക്കപ്പെട്ടവനു വേണ്ടി വാദിച്ച് കുറ്റവിമുക്തനാക്കുന്ന പതിവ് അവിടെ ന്യായാധിപ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെയും ആയതുപോലെ തന്നെ സ്തോത്രം ശ്രദ്ധേയമാണ്. സ്തെഫാനോസിനെ കൊണ്ട് വാദിക്കുമ്പോൾ ഇടത്തിരുന്ന 35 പേർ ഘോരഘോരം സ്തെഫാനോസിനെ കുറ്റാരോപണ വിധേയരാക്കി, കുറ്റമാരോപിച്ച് കൊന്നുകളയുവാൻ വേണ്ടി വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അവനെ പ്രതിയാക്കി അവനെ വാദിച്ച് കുറ്റാരോപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, അതേ സ്തെഫാനോസ് അവരുടെ വാദം കഴിഞ്ഞ് അവനു വേണ്ടി എഴുന്നേൽക്കേണ്ടവർ, അവന് വേണ്ടി നിൽക്കേണ്ടവർ, വലതുഭാഗത്തിരിക്കുന്ന 35 പേർ സ്തോത്രം അവനു വേണ്ടി ആരെങ്കിലും ഒരാൾ എഴുന്നേൽക്കുമെന്ന് പ്രതീക്ഷയോടെ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ, ഉലകത്തിൽ ഭൂമിയുടെ മണ്ണിൽ അതേ സ്തെഫാനോസിന് വേണ്ടി ന്യായീകരണം പറയാൻ, ന്യായമായി വാദിക്കുവാൻ ആരും എഴുന്നേൽക്കാത്ത ഒരു വ്യസനീയമായ സ്തോത്ര കാഴ്ച അവിടെ കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, ഇങ്ങനെ തന്നെയാണ് ഇന്നും എന്നും അന്നും സ്തോത്രം ദൈവരാജ്യത്തിന് വേണ്ടി വീറോടും, ദൈവരാജ്യത്തിന് വേണ്ടി വിശ്വസ്തയോടും പരമാർത്ഥതയോടും കൂടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ സ്തോത്രം കുറ്റമാരോപണം വന്നിട്ടുണ്ടാകാം. ദൈവവചനപ്രകാരം നിൽക്കുന്നവരെ കുറിച്ചാണ് വചനം ശക്തമായി പറയുന്നത്. ഒരു പക്ഷെങ്കിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കേണ്ട വന്നേക്കാം. സ്തോത്ര കുടുംബത്തിൽ നിന്ന് ഇറക്കി വിടേണ്ടപ്പെട്ട അവസ്ഥകൾ വന്നേക്കാം. കൂട്ടുകാർ കൂട്ടത്തിൽ കൂട്ടിയില്ലെന്ന് വന്നേക്കാം. നമുക്ക് വേണ്ടി വാദിക്കേണ്ടവർ, നമുക്ക് വേണ്ടി എഴുന്നേൽക്കേണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞ അനുഭവം ഒരു പക്ഷെങ്കിൽ ഉണ്ടായിരുന്നിരിക്കാം. ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടനവധി പേർ ഇത്യാദി വേദനയ്ക്കകത്തൂടെ കടന്നു പോകുന്ന
സ്തോത്രം അനേകരുണ്ട് ആരും സഹായിക്കാനില്ലാതെ, ഒരു വാക്കുപോലും അവർക്ക് വേണ്ടി പറയേണ്ടവർ പോലും പറയാതെ സ്തോത്രം മാറി നിന്ന് സ്തോത്രം വീക്ഷിച്ചുകൊണ്ട് കുറ്റം പറഞ്ഞും അപമാനങ്ങൾ പറഞ്ഞും മാറി നിൽക്കുന്ന അനേകർ കാണും. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്ദേശം പറയുമ്പോൾ അങ്ങയ്ക്ക് വേണ്ടി എഴുന്നേൽക്കാൻ ആരും കാണത്തില്ല, അങ്ങയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ആരും കാണത്തില്ല. ഭൂമിയിൽ അങ്ങയ്ക്ക് വേണ്ടി സംസാരിക്കേണ്ടവർ മൗനമായി നിന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ ഉണ്ടായിരുന്നേക്കാം. അതേ സ്തെഫാനോസിന്റെ ഒറ്റ പ്രസംഗങ്ങൾ കൊണ്ട് സ്തോത്രം അവിടെ പ്രകമ്പനം കൊള്ളിച്ചു. എന്നാൽ കോപപരവശരായി അവന്റെ നേരെ പല്ലുകടിച്ച് എല്ലാവരും അവന്റെ നേരെ ആഞ്ഞെടുക്കുമ്പോൾ എല്ലാവരുടെ കയ്യിലും കല്ലുകൾ ഉണ്ടായിരുന്നു എറിഞ്ഞു കൊല്ലുവാൻ. അതേ അവന് വേണ്ടി എഴുന്നേൽക്കുമെന്ന് പ്രതീക്ഷിച്ചവർ മുഖം തിരിച്ചു കളഞ്ഞ സാഹചര്യത്തിൽ സ്തോത്രം 55-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിച്ചത്: അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മനുഷ്യൻ മുഖം തിരിച്ചു കളഞ്ഞു. അവന് വേണ്ടി എഴുന്നേൽക്കേണ്ട 35 പേരിൽ ഒരാൾ പോലും അവനു വേണ്ടി എഴുന്നേൽക്കാതെ നിന്നപ്പോൾ അവൻ നോക്കിയത് മറ്റൊരിടത്തേക്കുമല്ല, അവൻ സ്വർഗത്തിലേക്ക് നോക്കി. അതേ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ഇന്ന് മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ, സഹായിക്കുമെന്ന് പറഞ്ഞവരുടെ മുഖത്തേക്ക് നോക്കിയാൽ അവർ മുഖം തിരിച്ചു കളഞ്ഞേക്കാം, അവർ അപമാനിച്ച് മാറ്റി നിർത്തിയേക്കാം. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കുന്നതിനപ്പുറമായി ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമെങ്കിൽ മനുഷ്യൻ ചലിക്കാത്തടത്ത്, മനുഷ്യൻ സഹായിക്കാത്തടത്ത് സഹായിക്കാൻ സന്നദ്ധനായ കർത്താവിന്റെ കരമിറങ്ങി വരുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒട്ടനവധി വാതിലുകൾ മുട്ടിയിട്ടുണ്ടാകാം, ഒട്ടനവധി പേരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകാം. എന്നെ ഒന്ന് സഹായിച്ചായിരുന്നെങ്കിൽ, എനിക്ക് വേണ്ടി നിങ്ങൾ നിന്നാൽ എൻ്റെ ആ വിഷയത്തിനകത്തൊരു പരിഹാരം ഉണ്ടായേനെ മാനുഷിക നിലയിലെന്ന് ഒരുപാട് പേർ, ഒന്നിലധികം ഒട്ടനവധി പേർ ചിന്തിച്ചിട്ടുണ്ടാകാം. അവരൊക്കെ മുഖം തിരിച്ചു കളഞ്ഞിട്ട് ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതേ സ്വർഗത്തേക്ക് നോക്കാൻ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അങ്ങേ തള്ളിക്കളയാത്ത ഒരു പ്രാണനാഥൻ, അരുമനാഥൻ നമുക്ക് സ്വർഗത്തിലുണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവരോ സ്തെഫാനോസോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് ഉറ്റുനോക്കി. ഭൂമിയിലുള്ള അധികാരികൾ, ഭൂമിയിലുള്ള അധിപതികൾ തള്ളിക്കളഞ്ഞേക്കാം, ഭൂമിയിലുള്ള ഭരണകൂടങ്ങൾ തള്ളിക്കളഞ്ഞേക്കാം, ഭൂമിയിലുള്ള വേണ്ടപ്പെട്ടവർ മാറ്റി നിർത്തിയേക്കാം, തള്ളിക്കളഞ്ഞേക്കാം. എന്നാൽ സ്വർഗത്തേക്ക് നോക്കുന്ന ഒരുവനെയും തള്ളിക്കളയാത്ത ഒരു പ്രാണനാഥൻ നമുക്കുണ്ടെന്നുള്ളത് ഇന്ന് ഈ വചനത്തിൽ സ്തോത്രം മനസ്സിലാക്കുവാനിടയായി തീരണം. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തേക്ക് ഉറ്റുനോക്കി. അടുത്ത പദം കാണുന്നത് ദൈവ മഹത്വവും ദൈവത്തിന്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അതെ, ഭൂമിയിലുള്ള അധികാരികൾ, അവന് വേണ്ടി സ്തോത്രം ന്യായം പറയേണ്ടവർ അവന് വേണ്ടി എഴുന്നേറ്റിട്ടില്ലെന്നേ. അവന് വേണ്ടി ന്യായീകരണമായി നിൽക്കേണ്ടവർ അവന് വേണ്ടി നിൽക്കാതെ വന്നപ്പോൾ അതേ സ്വർഗത്തിന്റെ ദൈവത്തിന്റെ വലതുഭാഗത്ത് സ്തെഫാനോസ് അവന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു കാഴ്ച അവൻ ആത്മാവിൽ ദർശിക്കുകയാണ്. ഇന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഒരു പ്രവചന ശബ്ദം ഞാൻ കൈമാറുന്നു. മനുഷ്യർ എഴുന്നേൽക്കാതെ നിൽക്കുമ്പോൾ, മനുഷ്യൻ ഉരിയാടാതെ നിൽക്കുമ്പോൾ അങ്ങയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന സ്തോത്രം, താങ്കളുടെ കുടുംബത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു അരുമനാഥൻ ഉണ്ടെന്നുള്ളത് ഇന്ന് പകൽ മനസ്സിലാക്കണം. കുലം നോക്കാതെ, കളർ നോക്കാതെ, കുടുംബം നോക്കാതെ, ക്വാളിറ്റി നോക്കാതെ, ക്വാളിഫിക്കേഷൻ നോക്കാതെ യേശുവേ എന്ന് വിളിച്ച് ആ യേശുവിന്റെ അരികിലേക്ക് ആര് ചെല്ലുന്നോ, ആരടുത്ത് ചെല്ലുന്നോ അവന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു പ്രാണപ്രിയനെയാണ് നാം ആരാധിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കണം. പറയുന്നവർ കൈയൊഴിയ, നമ്മെ ചേർത്ത് പിടിക്കേണ്ടവർ മാറ്റി നിർത്താം. അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഭൂമിയിൽ നടക്കാം. എന്നാൽ കർത്താവ് നമ്മെ മാറ്റി നിർത്തത്തില്ല, കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കും. സ്തെഫാനോസേ, ഭൂമിയിൽ നിനക്ക് വേണ്ടി വാദിക്കേണ്ടവർ സ്തോത്രം ഒന്നടങ്കം മുഖം തിരിച്ചു കളഞ്ഞപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിനക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നൊരു തമ്പുരാനുണ്ട്. അതേ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു തമ്പുരാനുണ്ടെന്നുള്ളത് ഇന്ന് പകൽ മനസ്സിലാക്കണം. വളരെ ശ്രദ്ധയോടെ, വളരെ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ
ആരും എഴുന്നേറ്റില്ലെങ്കിലും, ആരും എൻ്റെ വിഷയത്തിൽ സ്തോത്രം ഇടപെടാനില്ലെങ്കിലും, നമ്മുടെ വിഷയത്തിൽ ഇടപെടാൻ സർവശക്തനായ ദൈവമുണ്ട്. വിശ്വാസം തള്ളിക്കളയാതെ, ഒട്ടും പുറകോട്ടും നോക്കാതെ, ഒട്ടും സ്തോത്രം ഭയപ്പെടാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി, സ്വർഗത്തേക്ക് നോക്കി നമുക്ക് യാത്ര തുടരാം. ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടും. വളരെ വിശ്വാസത്തോടും ദൈവാശ്രയ ബോധ്യത്തോടും പ്രാർത്ഥനയോടും നമുക്ക് മുൻപോട്ട് പോകാം. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി മുൻപോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.